KSRTCയുടെ പുത്തൻ വിപ്ലവമായ ബിസിനസ് ക്ലാസ് ബസ് പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഈ പദ്ധതി? ഇത് നമ്മുടെ യാത്രകളെയും സമ്പദ് വ്യവസ്ഥയെയും എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു സാധാരണ ബസ് യാത്രയല്ല, ഇതൊരു പ്രീമിയം യാത്രാനുഭവമാണ്. കേരളത്തിലെ ദേശീയപാത വികസനം പൂർത്തിയാകുന്നതോടെ നിരത്തിലിറങ്ങാൻ പോകുന്ന ഈ ബസ്സുകളിലെ സൗകര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. എമിറേറ്റ്സ് വിമാനങ്ങളിലെ ബിസിനസ് ക്ലാസ് സീറ്റുകളോട് സാമ്യമുള്ള പിന്നോട്ട് ചായച്ച് സുഖമായി യാത്ര ചെയ്യാൻ കഴിയുന്ന റിക്ലൈനിങ് സീറ്റുകളാണ് ഏറ്റവും വലിയ ആകർഷണം. വെറും 25 യാത്രക്കാർക്ക് മാത്രമായിരിക്കും ഒരു ബസ്സിൽ പ്രവേശനം. ഇത് കൂടുതൽ സ്വകാര്യതയും സൗകര്യവും ഉറപ്പാക്കുന്നു. ഓരോ യാത്രക്കാരനും ഒരു TV സ്ക്രീൻ ഉണ്ടാകും. യാത്രയിലുടനീളം സിനിമയോ ഇഷ്ടപരിപാടികളോ കാണാം. മൊബൈലും ലാപ്ടോപ്പും ചാർജ് ചെയ്യാനുള്ള സൗകര്യം, വൈഫൈ, മ്യൂസിക് സിസ്റ്റം എന്നിവയും ഓരോ സീറ്റിലും ലഭ്യമാകും. ഈ ബസ്സുകളിൽ കണ്ടക്ടർമാർ ഉണ്ടാകില്ല. പകരം യാത്രക്കാരുടെ ആവശ്യങ്ങൾക്കും സഹായത്തിനുമായി ഒരു ബസ് ഹോസ്റ്റസ് ഉണ്ടാകും. യാത്രക്കാർക്ക് ശീതളപാനീയങ്ങൾ, ചായ, ലഘുഭക്ഷണം എന്നിവ ബസ്സിനുള്ളിൽ തന്നെ ലഭ്യമാക്കും. ഇതിനായി ഒരു ചെറിയ പാൻട്രിയും ബസ്സിൽ ഒരുക്കാൻ പദ്ധതിയുണ്ട്. ഇത് കൂടാതെ എയർ സസ്പെൻഷൻ സാങ്കേതിക വിദ്യ ബസ്സിന്റെ യാത്ര സുഗമവും കുലുക്കമില്ലാത്തതുമാക്കും. എന്തിനാണ് KSRTC ഇങ്ങനൊരു പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്? പ്രധാന ലക്ഷ്യം നിലവിൽ കാറുകളിൽ യാത്ര ചെയ്യുന്നവരെ പൊതുഗതാഗതത്തിലേക്ക് ആകർഷിക്കുക എന്നതാണ്. ദേശീയപാത 6 വരിപ്പാതയാകുന്നതോടെ തിരുവനന്തപുരം കൊച്ചി യാത്രാ സമയം 3.5 മുതൽ 4 മണിക്കൂറായി ചുരുങ്ങും. ഇത് ജനശതാബ്ദി പോലുള്ള ട്രെയിനുകൾക്ക് ശക്തമായ ഒരു ബദലായി മാറും. ഇതൊരു നോൺ സ്റ്റോപ്പ് സർവീസ് ആയിരിക്കും. അതായത് പ്രധാന ബസ് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങാതെ യാത്രക്കാരുമായി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നേരിട്ടെത്തും. ഇത് യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കും. സാമ്പത്തികമായി ഇത് KSRTCക്ക് എങ്ങനെ ഗുണം ചെയ്യും? ഉയർന്ന യാത്രാ നിരക്ക് നൽകാൻ തയ്യാറുള്ള ഒരു പുതിയ വിഭാഗം യാത്രക്കാരെ ലഭിക്കുന്നതിലൂടെ KSRTCയുടെ വരുമാനം വർദ്ധിക്കും. നഷ്ടത്തിലും പ്രതിസന്ധിയിലും ഉഴലുന്ന ഒരു സ്ഥാപനം എന്ന പേരുദോഷം മാറ്റി ആധുനികവും ലാഭകരവുമായ ഒരു പൊതുഗതാഗത സംവിധാനമായി KSRTCയെ മാറ്റാൻ ഈ പദ്ധതി സഹായിക്കും. കൂടുതൽ ആളുകൾ കാറുകൾ ഉപേക്ഷിച്ച് ഇത്തരം ബസ്സുകളെ ആശ്രയിക്കാൻ തുടങ്ങിയാൽ റോഡുകളിലെ തിരക്ക് കുറയും. ഇത് ഇന്ധന ലാഭത്തിനും മലിനീകരണം കുറയ്ക്കാനും സഹായിക്കും. ഭാവിയിൽ തിരുവനന്തപുരം കൊച്ചി റൂട്ടിലേക്ക് പുറമെ തൃശൂർ പോലുള്ള മറ്റ് നഗരങ്ങളിലേക്കും ഈ സർവീസ് വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട്.